ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി ടേസ്റ്റി കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് അടിപൊളിയായിട്ടുള്ള നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അറേബ്യൻ ബ്രെഡ് പുഡിങ്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് ഐറ്റം മതി. ഒരു മുട്ട, പഞ്ചസാര, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടുന്ന ബദാമും പിസ്തയും, വാനില എസൻസ്, കോൺഫ്ലവറിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് വേണ്ട ബ്രെഡ്, 1/2 ലിറ്റർ പാല്. ആദ്യം നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് പാൻ അടുപ്പത്തോട്ട് വെക്കാം. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത്, പാനൊന്ന് ചൂടായി വരുന്ന ടൈമിൽ ഈ 1/2 ലിറ്റർ പാല് നമുക്ക് അതിലോട്ട് ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വന്ന് തുടങ്ങുന്ന ടൈമിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട അതിലോട്ട് ഒഴിക്കുക. മുട്ട ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാര്യം മുട്ട ചൂടാവുന്നതനുസരിച്ച് പെട്ടെന്ന് കട്ട കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടി ഇളക്കി നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ്, പഞ്ചസാര ഓരോരുത്തരുടെയും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച്. ഞാനിപ്പോൾ എടുക്കുന്നത് 3.5 ടേബിൾ സ്പൂണാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് എൻ്റെ 1/2 ലിറ്റർ പാലിന് 3.5 ടേബിൾ സ്പൂണ്. അത് ഏകദേശം ഒരുവിധം കൂടിപ്പോയ ഒരു കുറച്ചും കൂടെ പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾ ഇട്ടുകൊള്ളുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഇളക്കി നമ്മൾ ഈ പഞ്ചസാര അതിലോട്ട് തട്ടുക. നന്നായിട്ട് തട്ടിയതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഞാനൊരു മീഡിയം ഇതിലാണ് തീ വെച്ചേക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി കൂട്ടണ്ട. കാര്യം പതിയെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്നായി വന്നാൽ മതി. ഒത്തിരി തീ കൂട്ടണ്ട, മീഡിയം ലെവൽ മതി. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. ഇത് എല്ലാം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിനിടയിൽ നമ്മൾ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത്. അതൊരു വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ തന്നെ നിങ്ങളത് കലക്കി റെഡിയാക്കി വെക്കുക. ഇത് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ അടി പിടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ നിങ്ങളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂണ് സാധാ വെള്ളത്തിലാണ് ഇപ്പോൾ ഞാൻ കലക്കിയിരിക്കുന്നത്. നന്നായിട്ട് കലക്കിയിട്ട് അതിലോട്ട് ഒഴിക്കുക. കോൺഫ്ലവറും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റെസ്റ്റ് ചെയ്യരുത്. കാര്യം അടി പിടിക്കാൻ നല്ല സ്കോപ്പാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നന്നായിട്ട് ഇളക്കി അത് അവസാനം ഒരു നല്ല ക്രീമി, നമുക്കറിയാം, അത് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കുക. അത്യാവശ്യം ഒരു കുറുകി നല്ലൊരു ക്രീമി ലെവലിലോട്ടൊന്ന് വരണം. നമുക്ക് നോക്കാൻ പറയാം. ഇതിപ്പോൾ അത്യാവശ്യം തീ ഞാൻ ശകലം ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ മാത്രം അത് തിളച്ചൊന്ന് കുറുകി വരത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത്, ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഒരു ചില്ലിൻ്റെ ട്രേ എടുക്കുക. അതിലേക്ക് നമ്മൾ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് റെഡിയാക്കുക. ബ്രെഡ് ഞാനിവിടെ 2 ലെയർ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് നമ്മൾ ട്രേയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾ ബ്രെഡ് കട്ട് ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത ശേഷം നമ്മളിത് ഒന്ന് ഒരിച്ചിരി, ഭയങ്കര ചൂടിന് ഒഴിക്കണ്ട. നമ്മൾ ഒരിച്ചിരി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതൊന്ന് കലക്കി ആക്കിയിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ തന്നെ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഒഴിക്കുക. കാര്യം ബ്രെഡ് അത്യാവശ്യം കുതിർന്ന് നന്നായിട്ട് വരണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ബ്രെഡിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ടേസ്റ്റ് ശരിക്കും അങ്ങോട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അത് ഒഴിച്ച് അത്യാവശ്യം അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൈഡൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഇതിലോട്ട് ഡെക്കറേഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബദാമും പിസ്തയാണ്. അത് അതിൻ്റെ മേലിലോട്ട് അത്യാവശ്യം കുറച്ച് വിതറി കൊടുക്കുക. ഇത് മൊത്തം ഞാൻ ഒരു 2 സെക്ഷനായിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സെക്ഷനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്, അടുത്ത ബ്രെഡ് പീസ് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതേപോലെ ആദ്യം ഒന്ന് നമ്മൾ സെറ്റ് ചെയ്യുക. കറക്റ്റ് നമ്മൾ അളവ് ഒരു ഏകദേശം ട്രേഡ് അനുസരിച്ച് നിങ്ങളത് ഒന്ന് നോക്കിയിരുന്നാൽ മതി. അതനുസരിച്ച് നമുക്ക് ലെവൽ ചെയ്യാൻ പറ്റും. അത് വലിയൊരു ഇതൊന്നും അല്ല, നോക്കി നമുക്ക് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ബ്രെഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയിരിക്കുന്ന ലിക്വിഡ് നമ്മൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് ഒഴിച്ച് അതേ പ്രോസസ്സിൽ തന്നെ നമ്മൾ എല്ലായിടും സൈഡെല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്ത് വരാൻ പാകത്തിന് നന്നായിട്ട് ഒഴിക്കുക. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് കറക്റ്റ് 2 ലെയറിന് ഏകദേശം കറക്റ്റ് അളവാണ്. 1/2 ലിറ്റർ പാല് ആ 2 ലെയറിൽ നമുക്ക് കറക്റ്റാണ്. ബാക്കി വന്നിരിക്കുന്ന കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് സൈഡിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് ഓക്കെ ആക്കി എടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരുവിധം എല്ലാം ഒന്നായി വരുന്നുണ്ട്. ചെറിയൊരു ചൂടുണ്ടാവും, പക്ഷെ അത് വലിയ പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങളത് അതുപോലെ തന്നെ ചെയ്ത് ഒഴിക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ബാക്കിയിരിക്കുന്ന നട്ട്സ് എല്ലാം അതിൽ വീണ്ടും ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം ഓൾമോസ്റ്റ് നമ്മുടെ അറേബ്യൻ ബ്രെഡ് പുഡിങ് ഇവിടെ ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്.
ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കുക. സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഏത് രീതിയിലാണോ ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായി എങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം. ടാറ്റാ ബൈ ബൈ.